സംസ്ഥാനത്ത് SFI ആക്രമണങ്ങൾക്കെതിരെ AISF പ്രതിഷേധം കൊടിതോരണങ്ങൾ കിട്ടിയതിന്റെ പേരിൽ 40-ലധികം പേർ ചേർന്ന് മർദ്ദിച്ചു എന്ന് AISF നേതാക്കളുടെ പരാതി ഉയർന്നു. ജില്ലാ നേതാക്കളായ 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ബിരുദ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിവിധ ക്യാമ്പസുകളിൽ കെട്ടിയ കൊടിതോരണങ്ങളെ ചൊല്ലിയായിരുന്നു സംഘർഷം. SFI നേതാക്കളുടെ നേതൃത്വത്തിൽ രാത്രി സംഘം ചേർന്നെത്തിയവർ തങ്ങളെ ആക്രമിച്ചുവെന്നാണ് AISF ജില്ലാ നേതാക്കളുടെ പരാതി. SFIയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ അറിവോടെയാണ് ഇന്നലെ അവിടെ അക്രമം ഉണ്ടായത്. അക്രമം ഉണ്ടായെന്ന് മാത്രമല്ല, ആ അക്രമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാം ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വന്നു നിന്നിരുന്നത്. AISFൻ്റെ കൊടിതോരണങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ കൊടിതോരണങ്ങൾ വലിച്ച് പൊട്ടിച്ച് കളയുകയും ഞങ്ങൾ കെട്ടിയ കൊടികളെല്ലാം മാറ്റി അവിടെ SFIയുടെ കൊടി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അവർ ഒരു 10-35ഓളം വരുന്ന ആളുകൾ ഞങ്ങളെ തടഞ്ഞു നിർത്തുകയും ഞങ്ങൾ 3 പേരുൾപ്പെടെ ഞങ്ങളുടെ സംഘത്തെ അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യമാണ് അവിടെ കാണാൻ സാധിച്ചത്. AISF ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ്, ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശൻ, എക്സിക്യൂട്ടീവ് അംഗം അദ്വൈത് അനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റ് ഒരു പ്രകോപനപരമായ യാതൊരുവിധമായ സാഹചര്യവും ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയ്ക്കകത്ത് നിലനിൽക്കുന്നില്ല. സംഘർഷാവസ്ഥയും ഒരു തരത്തിലുള്ള സംഘർഷാവസ്ഥയും ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. TKM കോളേജിലെ AISFൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ AISFൻ്റെ കൊടി തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും TKMന് മുന്നിൽ വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ശാഠ്യം SFIയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ലഹരിക്കടിമകളായ ഒരു കൂട്ടം ആളുകൾക്ക് ജില്ലയിലെ SFI നേതൃത്വം നൽകുന്നുവെന്നും AISF ആരോപിക്കുന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഘർഷം നിലനിർത്തി ക്യാമ്പസുകൾ കൈയടക്കാനുള്ള SFIയുടെ ശ്രമത്തെ തങ്ങൾ പ്രതിരോധിക്കുമെന്നും AISF അറിയിച്ചു. ജനം, കൊല്ലം.